പുതിയ ബൈക്ക് ഷോറൂം തുടങ്ങി. ഇന്നലെയാണ് ദുബായിൽ നിന്ന് വന്നിട്ടുള്ളൂ. പിന്നെ എൻ്റെ കയ്യിൽ ഡിഫൻഡറൊക്കെ ഉണ്ട്, വലിയ വീടും. പുതിയ കട തുടങ്ങണം, അതും ബൈക്കാണ് ഇവിടെ കൂടുതലും ഡിമാൻഡ് ഉള്ളത്, അതും ഇന്ത്യയിൽ. എന്തായാലും എൻ്റെ കടയ്ക്ക് പോട്ടെ ഞാൻ. അതിൻ്റെ കടയ്ക്ക് എത്തി ഞാൻ. പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങട്ടെ, കാറും ഇവിടെ പാർക്ക് ചെയ്യുക. ഇതാണ് എൻ്റെ വലിയ ഷോറൂം. ഇവിടെ വണ്ടിയൊക്കെ വിൽക്കണം. ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അത് നേരെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാവും. ഞാൻ അത് നേരെ എടുക്കാൻ പോകണമെങ്കിൽ പെട്ടെന്ന്. അങ്ങനെ ഞാൻ അവസാനം എയർപോർട്ടിലെത്തി. എത്ര വണ്ടികളാണ് കളർഫുള്ളായിട്ട്. ഡേർട്ട് ബൈക്ക്, RC200, കവാസ്കി നിഞ്ച, ഹയാബൂസ, എത്ര വണ്ടികളാ. ഇതൊക്കെ ലക്ഷങ്ങളുടെ വണ്ടികളാണ്. ഇതൊക്കെ പെട്ടെന്ന് ഷോറൂമിൽ എത്തിക്കണം ട്രക്കിൽ. ആദ്യം തന്നെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടല്ലോ. ചേട്ടൻ എന്താ വേണ്ടേ? ഇവിടെ എല്ലാ ബൈക്കുകളും ഉണ്ട്. ഇതിൽ ഏറ്റവും വില കുറഞ്ഞ ബൈക്ക് ഏതാ? അത് ഹയാബൂസ എന്നായിട്ടുള്ള ഈ നീല കളർ വണ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഡേർട്ട് ബൈക്കാണ്. പക്ഷെ ഡേർട്ട് ബൈക്കിന് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഡിമാൻഡ് കൂടിക്കണം, അതാണ് ഹയാബൂസയ്ക്ക് വില കുറവ്. എന്നാ നീ പറഞ്ഞ ഹുയാബൂസ എടുത്തോ. ഹുയാബൂസ അല്ല സാർ, ഹയാബൂസ. എന്തുകൊണ്ടായാലും എടുത്തോ. പിന്നെ സാർ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3.5 ലക്ഷമാണ്. 3.5 ലക്ഷ ഈ ഹുയാബൂസക്കാ? ഹുയാബൂസ അല്ല, ഹയാബൂസ. ഇതിന് പിന്നെ ഈ ടാക്സ് ഏറ്റവും കൂടുതലുള്ള രാജ്യം നമ്മളെ ഇന്ത്യ തന്നെയാണ്, അതാണ് ഇതിന് ഇത്രയും കൂടുതൽ ടാക്സ്. അങ്ങനെ ഇതാണ് ശരിക്കും പറഞ്ഞാൽ 3.5 ലക്ഷം. അല്ലെങ്കിൽ 1 ലക്ഷത്തിനൊക്കെ നമുക്ക് എളുപ്പമായിട്ട് ഹയാബൂസ തരാം. ഹുയാബൂസ സാർ, ഹുയാബൂസ അല്ല, ഹയാബൂസ. എന്തായാലും വണ്ടിതാ. നമ്മുടെ ആദ്യത്തെ കസ്റ്റമറാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടി ഉണ്ട് നമുക്ക് ഇറക്കി കൊടുക്കാം താഴത്തേക്ക്. സാറേ, ഞാൻ വണ്ടി അപ്പം ഇറക്കി തരേ. ഇതാ വണ്ടി ഇപ്പം ഇറക്കി തരാം. വണ്ടി ഇറക്കട്ടെ. ഇതാ പിടിച്ചോ. ഇനി ഞാൻ കയറിപ്പോട്ടെ. ഇതാ വേറെ കസ്റ്റമർ ഒന്നുമല്ലോ. സാറിന് എന്താ വേണ്ടേ? മോനെ, എനിക്കൊരു മോനുണ്ട്. ഓന് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് വേണ്ടത്. ഓന് ഇഷ്ടപ്പെട്ട നല്ലൊരു വണ്ടി എടുത്തു തരുമോ? ഇതിലിപ്പോൾ കുറേ വണ്ടികളുണ്ട്. പക്ഷെ നിങ്ങളുടെ സാറിൻ്റെ മോനെ ഏറ്റവും ഇഷ്ടപ്പെടാൻ പോകുന്നത് ഈ RC200 ആയിരിക്കും. നല്ല CC ഉള്ള വണ്ടിയാണ്. നല്ല സ്പീഡും നല്ല മൈലേജും ഉണ്ട് ഈ വണ്ടിക്ക്. സാറിൻ്റെ മോൻ എന്തായാലും ഈ വണ്ടി ഇഷ്ടപ്പെടുന്നുണ്ടാവും. പിന്നെ ഈ വണ്ടീൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ 10 ലക്ഷമാണ് ഈ വണ്ടീൻ്റെ റേറ്റ് വരിക. നല്ല മൈലേജൊക്കെ ഉള്ള നല്ലൊരു വണ്ടിയാണ്. നിങ്ങൾക്ക് വേണോ? 10 ലക്ഷം? അതൊന്നും പറ്റൂലട്ടാ മോനെ. 10 ലക്ഷം ടാക്സ് ആണ്. അതും ദുബായിൽ ഇത്രയൊന്നും ടാക്സ് ഇല്ല. ഈ നമ്മുടെ ഇന്ത്യയിലാണ് ഇത്രയും ടാക്സ് ഉള്ളത്. ഇതിന്റെ പേരെന്താ ഈ വണ്ടീന്റെ പേര്? RC200. എന്തായാലും നീ ഇപ്പം ഈ വണ്ടി എടുത്തോ. സാറ് ഞാൻ ഇപ്പം ഇറക്കി തന്നെ. ഇനി എടുത്തോട്ടോ. അടുത്തൊരു ചെറുക്കൻ വന്നിട്ടുണ്ടല്ലോ. എടാ മോനെ, നിനക്ക് ഏത് വണ്ടിയാ വേണ്ടേല്? നിഞ്ചയ്ക്ക് ഒരു 50 ലക്ഷമാണ് നിഞ്ചയ്ക്ക് വരണേ. എന്താ അങ്ങനെ പറയാൻ കാരണം മോനെ? ഞാൻ ഇറക്കി തന്നിട്ടാ. അപ്പം ശരി കേട്ടോ മോനെ. അങ്ങനെ രാത്രി ഇതുവരെ ഈ ഡേർട്ട് ബൈക്ക് മാത്രമേ ഇതുവരെ വിറ്റ് പോകാത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാ ബൈക്കും വിറ്റുപോയി. എന്തായാലും ഡേർട്ട് ബൈക്ക് ഞാൻ എടുത്തിട്ട് എന്തായാലും എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. ഇവിടെ ഇന്ത്യയിൽ ഈ സ്ഥലത്ത് നല്ല കള്ളന്മാരുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നല്ല ബൈക്കാണ് ഈ ഡേർട്ട് ബൈക്ക്. അതെന്തായാലും ആരും കളവ് കൊണ്ടുപോകണ്ട. എന്തായാലും ഞാൻ അതിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി വയ്ക്കട്ടെ.